നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അപർണ ദാസ്. ഹലോ. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു. എവിടെ നോക്കിയാലും നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കാണാനും ഇല്ല. അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ ഒന്നും ഒരുമിച്ച് കൊടുക്കാത്തെ? നിങ്ങൾ മീഡിയ എല്ലാവരും വേസ്റ്റ് ആണ്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഭയങ്കര ബബ്ലി ആയിട്ട് ഭയങ്കര ഇങ്ങനെ ബബ്ലബിൾ ഇങ്ങനെ നല്ല രസമാണ് അപർണയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാല്. അയ്യോ സുഖിപ്പിക്കല്ലേ കുട്ടാ, ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. അപ്പൊ ദീപകിന് അപർണയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്തായിരിക്കും? എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. അല്ല, ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് എന്തായിരിക്കും അപർണയല്ലേ? അതൊന്നും എനിക്കറിയില്ല. ദീപക്കേട്ടാന്നാ വിളിക്കുന്നേ? ദീപക്കേട്ടൻ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ്? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. കല്യാണത്തിന് നിങ്ങൾ തമ്മിൽ ഒരു 4-5 വർഷത്തെ റിലേഷൻ ഉണ്ടായിരുന്നില്ല, അതിനുശേഷമല്ലേ കല്യാണം കഴിക്കുന്നത് തന്നെ? ഇതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ ഈ ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ. ഇനി നിങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യില്ല എന്നുള്ളൊരു പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് ഉത്തരം പറ. അത് പറങ്ങട്. At the end of the day, he's actor, I am also actor. So അങ്ങനെയായി കാണുന്നുള്ളൂ. ഓക്കെ. ഫോളോ ചെയ്തേക്കണേടാ. പൊന്നു മോനെ. അപ്പൊ ഞാൻ ഇറങ്ങാം, 2 ദിവസം കഴിഞ്ഞ് വരാം.